നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നിധി ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ ഉച്ച വരെ നിധി ജോലിക്ക് കയറിയുള്ളൂ. ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്ത് നേരെ വീട്ടിലേക്ക് പോന്നു. സുഭാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം പെണ്ണ് വീട്ടിൽ നിന്ന് ആൾക്കാർ വരും, വീട് കാണാൻ വേണ്ടി വരുമെന്നൊക്കെയുള്ള കാര്യം. അപ്പോഴേക്കും വീട് വൃത്തിയാക്കിയിടണം, കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നിധി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സുധീഷ് ഉണ്ടായിരുന്നു വീട്ടിൽ. നിധിയെ കണ്ടപ്പോൾ ചോദിച്ചു, ഇതെന്താ നേരത്തെ വന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞ് കാര്യമുണ്ട്. അങ്ങനെ നിധി വന്ന് ബാഗ് വെച്ച ഉടനെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും സുധീഷ് ചോദിച്ചു, ഇതെന്താ വന്നവിടെ തന്നെ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നേ? എന്താ വല്ല വിരുന്നുകാരും വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ നിധി സുധീഷിനെ ഇങ്ങനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ഇതെന്തിനാ എന്നെ നോക്കി പഠിപ്പിക്കുന്നേ? അല്ല ഇനിയിപ്പോൾ നിധിയുടെ അച്ഛനെങ്ങാനും വരുന്നുണ്ടോ? എൻ്റെ അച്ഛനൊന്നും വരുന്നില്ല. എങ്കിൽ പിന്നെ നിധിയുടെ ഏട്ടത്തിയമ്മ എങ്ങാനാണോ വരുന്നേ? അവരെങ്ങാനും വരുന്നെങ്കിൽ തീർന്നു. ഈ വീട്ടിൽ നിന്ന് വെള്ളം പോലും കുടിക്കാത്ത ആളാ. അത് കേട്ട നിധി പറഞ്ഞു, അവരാരും വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിധി നേരെ അടുക്കളയിലേക്ക് വന്നു. കുറെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. സുധീഷ് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. സുധീഷ് എന്ന് ഞാൻ പറഞ്ഞു, ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്ക്. പാത്രങ്ങൾ കഴുകാനാ? ഞാനോ? അതെന്താ? പാത്രം കഴുകിയിട്ടുണ്ടെങ്കിൽ കയ്യിലെ വാച്ചൂരിപ്പാനൊന്നും പോകുന്നില്ല. മര്യാദയ്ക്ക് എന്ന് കഴുകുക, കുറെ ജോലികളുണ്ടെന്ന് പറഞ്ഞു. ഇതെന്ത് മറിമായം? ഒടുവിൽ സുധീഷ് നിധി പറഞ്ഞല്ലേ കഴുകാന്നൊക്കെ വിചാരിച്ച് പാത്രം എടുക്കുമ്പോഴത്തേനും പാത്രം താഴേക്ക് പോയി. ഇങ്ങനെയാണോ ഈ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നതിനാ? പതുക്കെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷ് ഒരു പാത്രം പതുക്കെ എടുത്ത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. സാവകാശമാണ്. ഇങ്ങനെ കഴിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തീരത്തില്ല. ഞാൻ ഉദ്ദേശിച്ച ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന കഴുകുന്ന കാര്യം. ശരി, സമ്മതിച്ചു. അങ്ങനെ പാത്രമെല്ലാം കഴുകി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷും നികേഷും കൂടെ വീട്ടിലേക്ക് വരിക. അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് ചോദിച്ചു, അല്ല എന്താ എടുത്തി എന്താ നേരത്തെ വരണമെന്ന് പറഞ്ഞേ? ലാസ്റ്റ് അവർ തീരുന്നതിന് മുമ്പ് എടുത്തിയുടെ കോള് വന്ന്. അത് ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഹരീഷ് പറഞ്ഞു, അല്ല എന്താ കാര്യം? ഇവൻ എന്നോട് വന്ന് പറഞ്ഞു, ഇടത്തി വിളിച്ചു പറഞ്ഞു വീട്ടിലേക്ക് വരാൻ പറഞ്ഞു പറഞ്ഞു. കാര്യം എന്താണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ എന്താന്ന് വെച്ചാൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുധീഷും കൂടെ അവിടേക്ക് വന്നു. അതെ, നമ്മുടെ സുഭാഷ് ചേട്ടന് ഒരു കല്യാണാലോചന. അതെ, പെൺവീട്ടുകാർ വീട് കാണാൻ വേണ്ടി ഇന്ന് വരുമെന്ന്. ഇതൊക്കെ എപ്പം? എനിക്കും അറിയണ്ടായിരുന്നില്ല. സുഭാഷ് ചേട്ടൻ എന്നെ ഓഫീസിനോട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുഭാഷ് ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അവർ വൈകുന്നേരം വരുമെന്ന് പറഞ്ഞു. സുഭാഷ് ചേട്ടന് വൈകുന്നേരം വരെ ജോലിയുണ്ട്, ജോലി ഇട്ട് പോരാൻ പറ്റില്ല, കുറച്ച് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് വീടൊക്കെ നല്ല ക്ലിയർ ആക്കി ഇടണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നേ. നിങ്ങളെയൊക്കെ വിളിപ്പിച്ച അതുകൊണ്ടാ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചു നികേഷ്. നിന്നിട്ട് പറഞ്ഞു, അല്ല സുഭാഷേടൻ നമ്മളോട് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞില്ലോ. അത് പിന്നെ സുഭാഷേടനെ എല്ലാവരോടും പറയാൻ ബുദ്ധിമുട്ട് കാണും, അതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ. കാര്യങ്ങൾ അറിഞ്ഞല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീടൊക്കെ ക്ലിയർ ആക്കിയിടണം. അവർ വന്നു കഴിയുമ്പോൾ അവർക്കൊരു മോശം തോന്നല്ലോ എന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, ശരി, ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം. അപ്പോഴേക്ക് സുധീഷിനോട് നിധി പറഞ്ഞു, സുധീഷ് ഒരു കാര്യം ചെയ്യുക, പോയി ഒരു 3-4 പാക്കറ്റ് പാലും പിന്നെ കുറച്ച് സ്നാക്സൊക്കെ എന്തെങ്കിലും മേടിച്ചോണ്ട് വാ. പിന്നെ ചായപ്പൊടി തീർന്നിട്ടുണ്ടെന്ന് തോന്നേ, അത് വേണമായിരിക്കും. ലിസ്റ്റ് പറയുവാണ്. ദൈവമേ, ഇത് നീണ്ട ലിസ്റ്റാന്ന് തോന്നേ, ഇത് പണി പാളും. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ഞാൻ വാങ്ങാൻ പോയാൽ ശരിയാകത്തില്ല, ഹരീഷിനെ വിട്ടാൽ മതി. അതെന്താ? ഞാൻ വാങ്ങാൻ പോയ പകുതി കാര്യങ്ങൾ മറന്നു പോകും, ഹരീഷ് ആകുമ്പോൾ കൃത്യ കാര്യങ്ങളൊക്കെ ഓർക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭാസ്കരൻ്റെ വരവ്. ഭാസ്കരൻ വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഇവിടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ? നിധി പറഞ്ഞു, അതെ, സുഭാഷേട്ടനെ കാണാനായിട്ട് ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കൊള്ളാലോ. അവൻ ഈ പരിപാടി മാത്രമുള്ളോ? പെണ്ണ് കാണലും കാര്യങ്ങളും ഹരീഷിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളൊരു അച്ഛനാണോ? സാധാരണഗതിയിൽ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ 2 പേരും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അച്ഛനായിരിക്കും മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ആലോചനയെ കൊണ്ടുവന്ന് മക്കളെ കല്യാണം കഴിപ്പിച്ചു വിടും, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ആലോചനകളൊക്കെ നടത്തും. അതൊന്നുമില്ല, ഒരച്ഛൻ വന്നിരിക്കുന്നു. അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങൾ സുഭാഷയുടെ സ്വന്തമായിട്ട് ഏറ്റെടുത്തങ്ങ് നടത്തുക. അതിനു പോലും ബുദ്ധിയും ബോധം നിങ്ങൾക്ക് ഇല്ലാതെ പോയല്ലോ. അപ്പോഴേക്കും നിധി പറഞ്ഞു, അച്ഛൻ ഈ വേഷത്തിലിരിക്കാതെ ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുക. അവരൊക്കെ വരുന്നതല്ലേ, വന്നു കഴിയുമ്പോൾ നമ്മൾ നല്ല ഡീസൻ്റ് ആയിട്ട് വേണ്ടി ഇരിക്കാനായിട്ട്. മുഷിഞ്ഞ ഡ്രസ്സോട് കൂടി ഇരിക്കുന്നത് എങ്ങനെയാ? അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, എനിക്കിതൊക്കെ മതി. സുധീഷ് പറഞ്ഞു, ഇവരോട് പറയുന്നേക്കാളും ഭേദം പറയാതിരിക്കുന്ന. ഉടനെ നിധി പറഞ്ഞാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഭാസ്കരൻ പറഞ്ഞു, ഇനിയിപ്പോൾ എൻ്റെ കുറവ് കൊണ്ട് അവൻ്റെ കല്യാണം മുടങ്ങണ്ട, ഞാൻ റെഡിയാവാന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്ക് ഹരീഷ് പറഞ്ഞു, നിധി അടുത്ത് ഞാൻ പോയി വാങ്ങിച്ചു വരാമെന്ന്. ഹരീഷ് കടയിലേക്കും പോയി. നികേഷ് വേഷം മാറാനായിട്ട് മുറിയിലേക്ക് കയറി. അപ്പോഴേക്കും നിധി സുധീഷിനോട് പറഞ്ഞു, കുറേ ജോലികളുണ്ട്, ഇവിടെയൊക്കെ തൂത്തുടച്ച് വൃത്തിയാക്കണം, തുടയ്ക്കുകയൊക്കെ ചെയ്യണം. ശരി, ആയിക്കോട്ടെ. അപ്പോഴാണ് സുധീഷിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ഗായത്രിയാണല്ലോ അത്. ദേ ഗായു വിളിക്കുന്നു.
ഗായു അതാരാ? ഓ, ഗായത്രി. ഞാനവളെ ഗായു എന്നാ വിളിക്കുന്നത്. ആ പേര് കേട്ട് കഴിഞ്ഞപ്പോൾ നിധിക്ക് ഒട്ടും സഹിച്ചില്ല. ഓ, ആ അഴിഞ്ഞാട്ട പെണ്ണ് രാവിലെ അവിടെ സുധീഷിനെ നോക്കുന്നവള് അവളിപ്പോൾ എന്നാ കാണിക്കാൻ അങ്ങോട്ട് വിളിച്ചേ. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി സുധീഷ് കോലെടുത്ത് ഹലോ ഗായു പറഞ്ഞോളാനൊക്കെ പറഞ്ഞു. നിധിക്ക് ദേഷ്യമായി. നിധി അകത്തേക്ക് പെട്ടെന്ന് പോയൊരു ചൂലൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇങ്ങനെ തൂക്കുന്ന പോലെയൊക്കെ നിൽക്കുകയാണ്. അത് സുധീഷ് ശ്രദ്ധിക്കുന്നുണ്ട് നിധിയുടെ ഓരോ ചലനങ്ങളും. പക്ഷെ കണ്ടില്ലാത്ത മട്ടിലാണെന്ന് സംസാരിക്കുന്നത്. ഗായു പിന്നെ എന്താ ഇപ്പോൾ വിളിച്ചേ? അതെ, എനിക്കൊന്ന് കാണണമല്ലോ. ഇന്ന് വൈകുന്നേരം കാണാൻ പറ്റുമോ? അയ്യോ ഗായു, ഇവിടെ ചില ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ രാവിലെ കാണാം. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടാൽ പോരെന്ന് ചോദിച്ചോ. അത് മതിയെന്ന് പറഞ്ഞു. അതെ, നേരിട്ട് കേൾക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. സുധീഷ് എൻ്റെ ശബ്ദം ഫോണിൽ കൂടെ കേൾക്കാനായിട്ട് നല്ല സീറ്റാന്ന് പറഞ്ഞു. അതോടെ കേട്ട് ഞാൻ സുധീഷ് ചോദിച്ചു, ആണോ അങ്ങനെയാണോ? എൻ്റെ വോയിസ് കേൾക്കാൻ നല്ല ഭംഗിയുണ്ടല്ലേ എന്ന് ചോദിച്ചു. നിധി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. നിധിക്ക് ദേഷ്യം വന്നു. അങ്ങനെ അവർ സൊള്ളുന്ന കണ്ടപ്പോൾ നിധിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയില്ല. നിധി ദേഷ്യത്തോട് കൂടിയിട്ട് ആ ചൂല് അവിടെ ഇട്ടിട്ട് സുധീഷിനോട് പറഞ്ഞു, ഇവിടെ കൊഞ്ചിക്കൊടഞ്ഞോണ്ട് വന്നു, ഒരു പണിയില്ലാത്ത പോലെയാ, 100 കൂട്ടം പണി കിടക്കുന്നുണ്ട്. സുധീഷിന് മനസ്സിലായി നിധിക്ക് ദേഷ്യമായി തുടങ്ങിയെന്ന്. നിധി ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് വന്നു. സുധീഷ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി എടുത്തിട്ട് ആ സിങ്കിനകത്തേക്ക് ഒറ്റ ഇടിയിലിടുകയാണ്. ആ ഒച്ചപ്പാട് കേട്ടപ്പം സുധീഷിനറിയാം ദേഷ്യം വന്ന്. അപ്പം അതാണ് കാര്യം. താന് ഗായത്രിയോട് സംസാരിക്കുന്ന ആൾക്ക് പിടിച്ചിട്ടില്ല. അതിനർത്ഥം അവൾക്ക് തന്നോട് ഇഷ്ടമുണ്ടെന്നാ. പിന്നെ ഇത്തിരി സമയം സംസാരിച്ചിട്ട് സുധീഷ് കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും നിധി വന്നിട്ട് പറഞ്ഞു, എന്തിനാ കോള് കട്ട് ചെയ്തേ? അവിടെ നിന്നോട് വർത്താനം പറയാൻ മേലായിരുന്നോ? അതെ, ഇനിയിപ്പം നാളെ രാവിലെ ഞങ്ങൾ നേരിട്ട് കാണാൻ പോകുമല്ലേ. അതോടെ കേട്ട് കഴിഞ്ഞപ്പം നിധിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് വന്നു. അങ്ങനെ സുഭാഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നികേഷൊക്കെ പോയി ചോദിച്ചു, എന്താ സുഭാഷ് ചേട്ടാ, ഞങ്ങളോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ, ഞങ്ങളോടൊന്ന് പറയാൻ മേലായിരുന്നോ? അത് പിന്നെ എടാ പെട്ടെന്ന് വന്നൊരാലോചന, എന്നാലും ഒരു വാക്കൊന്ന് പറയായിരുന്നു. ഞങ്ങൾ വരില്ലായിരുന്നു പെണ്ണിനെ കാണാൻ പോയപ്പോൾ. അതൊന്നും സാരമില്ല, നിങ്ങളോട് പറയാതിരുന്നതിൻ്റെ കാരണം കല്യാണം നടക്കുമോ ഇല്ലയോ, പെണ്ണിന് ഇഷ്ടപ്പെടുമോന്നും അറിയത്തില്ലോ. അപ്പം പെണ്ണിനും കൂടി ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങളോട് പറയാമെന്ന് കരുതിയതാ. ഹരീഷ് പറഞ്ഞു, എന്തായാലും മോശമായിപ്പോയി, ഞങ്ങളും കൂടെ ഒന്ന് അറിയുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പെണ്ണിനെ ഒന്ന് കാണാമായിരുന്നല്ലോ. എടാ സാരമില്ല, ഇനി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെൺവീട്ടുകാർ വരുവാണ്. അപ്പോഴേക്കും ഭാസ്കരനും സുധീഷും എല്ലാവരും ഇറങ്ങിച്ചെന്നു. അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും പെണ്ണും ബ്രോക്കറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പെണ്ണ് അതാന്നുള്ള കാര്യം സുഭാഷിന് മാത്രമേ അറിയത്തുള്ളൂ, ബാക്കി ആർക്കും അറിയത്തില്ലോ. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരന് ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തുവാണ്. ഇതെൻ്റെ മകൻ സുഭാഷ്. സുഭാഷിനെ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. പിന്നെ സുധീഷിനെ നികേഷിനെ ഒക്കെ പരിചയപ്പെടുത്തി. അങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ അവരും ഇങ്ങനെ പരിചയപ്പെടുത്തുവാണ്. അപ്പോഴേക്കും നിധി പെണ്ണിൻ്റെ കയ്യെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വാ നമുക്ക് വീടൊക്കെ ഒന്ന് കണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട് വീടൊക്കെ മുറിയൊക്കെ ഇങ്ങനെ കൊണ്ട കാണിച്ചു കൊടുക്കുവാണ്. അങ്ങനെ അവരവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞു, അതെ എൻ്റെ മോൾക്ക് ഒരു നല്ല ബന്ധം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. സുഭാഷിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം, അതാ ഞങ്ങളുടെ തീരുമാനം. അധികം ഒന്നും താമസിപ്പിച്ചുകൂടാ, ഒത്തിരി നാളൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, അല്ല പെണ്ണിനും ചെക്കനും ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട അവർ നേരത്തെ സംസാരിച്ചാണല്ലോ. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അല്ല ഇതാരാ, പെണ്ണിൻ്റെ ചേച്ചോ അതോ ചേട്ടത്തിയമ്മ ആരല്ലോ ആണെന്ന് ചോദിച്ചു. പെണ്ണിനെ നോക്കിക്കൊണ്ട് ആ ചോദ്യം ചോദിക്കുന്നത്. പെട്ടെന്ന് പെണ്ണ് പറഞ്ഞു, ഞാനാണ് പെണ്ണെന്ന് പറഞ്ഞു. നിങ്ങളോ? ഒരു നിമിഷം സുധീഷും ഹരീഷും ഒക്കെ ഞെട്ടിപ്പോയി. കാരണം സുഭാഷിനേക്കാളും കൂടുതൽ പ്രായം പറയിക്കും. ഇതെങ്ങനെ ശരിയാവും? അപ്പോഴേക്കും സുഭാഷ് ഇങ്ങനെ എല്ലാവരും ഒന്ന് നോക്കുവാണ്. അല്ല ഇതെന്താ സുഭാഷ് ഏട്ടാ എങ്ങനെയെന്ന് ചോദിച്ചു നികേഷ്. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, എടാ ഞാൻ പറയാടാ. പെണ്ണ് പറഞ്ഞു, വേണ്ട ഞാൻ പറയാം. അതെ, എൻ്റെ സെക്കൻഡ് മാരേജ് അത്. എൻ്റെ ആദ്യ വിവാഹം 1-2 മാസത്തോടെ ഡിവോഴ്സ് ആവും. ആ സമയത്തിന് മുമ്പ് തന്നെ എനിക്ക് എൻഗേജ്മെൻറ്റ് നടത്തി വെക്കണം നിർബന്ധമുണ്ട്. അതാണ് എൻ്റെ ആവശ്യപ്രകാരം വീട്ടുകാർ കല്യാണാലോചനയൊക്കെ നടത്തിയത്. സുഭാഷിനെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പിന്നെ ആദ്യ വിവാഹം എൻ്റെ വേർപെടുത്താനുള്ള കാരണം എൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, അയാളുമായിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തീരെ പറ്റില്ല. ഞങ്ങൾ കുറച്ച് ആലോചിച്ചു, പിന്നെ തോന്നി ഡിവോഴ്സ് ചെയ്യുന്നത് നല്ലതെന്ന് തോന്നി എന്നൊക്കെ പറയുമ്പോഴത്തേനും നികേഷും നിധി എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു 2ാം ഘട്ട പ്രായക്കൂടുതൽ, എല്ലാം കൊണ്ടും വല്ലാത്തൊരു ടെൻഷനായിരുന്നു അവരുടെ ഉള്ളിൽ. ഇതെങ്ങനെ സെറ്റാവുന്നൊരു ചിന്ത. കാരണം സുഭാഷേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ലൊരു ആലോചന വരും. പക്ഷെ സുഭാഷേണ്ട എന്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തെന്ന് അവർക്കൊന്നും മനസ്സിലായില്ല. അതിൻ്റെ കഥകളാണ് കാണുന്നത്. ഉറപ്പായിട്ടും ഈ ബന്ധം നടക്കാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല. ഭാസ്കരനും സുധീഷും നികേഷും ഒക്കെ. ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.